പാർട്ട് 2 ഇടാൻ കുറച്ച് വൈകിപ്പോയി. മെയിൻ കാരണം ദാണ്ടെ ഈ ഇരിക്കുന്ന ആള് തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പൊ ഉള്ള വിയാൻകുട്ടനല്ല. ഇവന്റെ ഒരു 6 മാസത്തില് അല്ലെ 7 മാസം ഉള്ള വിയാൻകുട്ടനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എന്റെ പ്രഗ്നൻസി ജേർണി ആയിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള 6 മാസം നാട്ടിൽ നിന്നിട്ടുള്ള ഈ അക്കരെ നിൽക്കുമ്പം ഇക്കരെ പച്ചയില്ലേ, അതുപോലത്തെ ഒരു സ്വഭാവമായിരുന്നു എന്റേത്. എനിക്ക് അന്നേരം എങ്ങനെയും തിരിച്ച് UK പോയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ തോന്നാൻ മെയിൻ ആയിട്ടും കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെ UK എന്ന് പറയുന്ന കൺട്രി അവനെ ഒന്ന് കാണിക്കണം. കാണിച്ചാൽ മനസ്സിലാകുന്ന പ്രായമല്ല അവന്, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്ത് വെക്കില്ലേ, വെക്കുന്നതിലൂടെ അവൻ കണ്ട് അവനൊരു പ്രൗഡ് മൊമെന്റ് തോന്നത്തില്ലേ, അവൻ ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന്. പക്ഷെ ഒന്നും ഓർമ്മ കാണില്ല. എന്നിരുന്നാലും ഇതൊക്കെ കാണുമ്പോഴും അവൻ ഭാവിയിൽ അവന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കാണിക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം ഇല്ലേ, അതിനു വേണ്ടി നാട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പോഴേ പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പോണം എന്നുള്ള വാശിയിൽ ഞാൻ വന്നു. അതിന് വേറെ ഒരു കാരണവും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഒരു 4 മാസം മുമ്പുള്ള കഥയാണ് ഞാനിപ്പോ പറഞ്ഞു തുടങ്ങുന്നത്. 4 ചുവരിനുള്ളിൽ ഞാനും ഈ കുഞ്ഞും മാത്രമുള്ള ഒരു ജീവിതം. അങ്ങനെ മടുത്തിരുന്ന അവസ്ഥയിലാണ് എന്റെ ഹസ്ബൻഡ്, എന്റെ ചേച്ചി നോർത്തേൺ അയർലൻഡിലുണ്ട്, അപ്പം ചേച്ചിയുടെ സ്ഥലത്തേക്ക് എന്നെ വിട്ടത്. അപ്പം ഞാൻ ഈ അനുഭവിച്ച കഥകൾ എന്നെ പോലെ 4 ചുവരിനുള്ളിൽ ഈ ഒരു കുഞ്ഞുമായിട്ട് മാത്രം സ്വന്തം ബേസിക് നീഡ്സ് പോലും നടക്കാതെ വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ട് ടോയ്ലറ്റിൽ പോയി നിന്ന് സാധിക്കേണ്ട അവസ്ഥ വരുന്ന അമ്മമാർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഒരു കുഞ്ഞായിട്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഇരട്ട കുട്ടികളും അതുപോലെ തന്നെ 3 കുട്ടികളും ഒക്കെ ഉള്ള അമ്മമാരെ പൂവിട്ട് പൂജിക്കണം. അപ്പം ബാക്കി കഥ ഞാൻ നാളെ പറയാം കേട്ടോ.